ഗായ്സ്, അടുത്ത ഊരുത്തേണ്ടല്ല ഞാൻ പോവാണ്. ഞാനതൊരു വ്ളോഗൊന്നും എടുത്തിട്ടില്ല. ആൾക്കാർ നോക്കുന്നുണ്ട്. ഞാൻ കൊട വെച്ച് മറച്ച് പിടിച്ചേക്കുവാണ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. കൊടയുണ്ട്, ഇല്ലെങ്കിൽ കരിഞ്ഞുണങ്ങി പോകും. നല്ല വിജൃംഭിച്ച മരുഭൂമി. ഇത് മരുഭൂമിയല്ല, കണ്ടവൻ്റെ പറമ്പാണ്. ഇവിടെയൊക്കെ എന്തൊക്കെയോ പണിയണുണ്ട് അവർ കേട്ടോ. ഒരു 5 മിനിറ്റ് നടന്നപ്പോൾ തന്നെ വേർത്ത് ചത്ത്. മുടിയൊക്കെ നല്ല ഫ്ലോയി ആയിട്ട് കിടപ്പുണ്ട്. വീട് കണ്ടോ എല്ലാവരും? ഇവിടെ വീട് എല്ലാ ബിൽഡിങ്ങും 100 വർഷം കഴിയുമ്പോൾ അവർ പൊളിച്ച് കളയും. എനിക്ക് തോന്നുന്നു ഇത് പൊളിക്കാൻ വേണ്ടി ഇട്ടേക്കുന്ന ഒരു വീടാണെന്ന് തോന്നുന്നു. ഇതാണ് ആ വീട്. നല്ല ഒരു പ്രേതാലയ മൂകതയൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ പോകുന്നത് മാക്സ് മെട്രോ സ്റ്റേഷനിലേക്കാണ്. അവിടെ നിന്ന് ഞാൻ അൽഡ്രിഗ എന്നുള്ള സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്നാണ് എൻ്റെ ബാക്കി ഊരുതണ്ടൽ. നല്ല ഇത് എന്താ ഇത്, എന്തോ ഒരു ഇത് ഷോൾ ഞാൻ ഊരി. ബിക്കോസ് അതിട്ടിട്ടൊരു തള്ള ലുക്ക് ഒരു സാധനം വന്നു. ഓൾറെഡി തള്ള ലുക്കാണ്. അയ്യോ, ഇതെവിടെയോ കുടുങ്ങി. എന്നിട്ട് എന്താണ് ഞാൻ പറയാൻ പറഞ്ഞത്, ഇവിടെ ഈ ഫിലിപ്പീനോ പെണ്ണുങ്ങൾ സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് വെയിലത്തിടക്കും. ഞാൻ ഓർക്കണ ഒരു കറുത്ത് പോലെയാണ്. ഞാനപ്പോൾ 1 മിനിറ്റ് വെയിലത്ത് പോയി കരിഞ്ഞിരിക്കും. ഈ ലിപ്സ്റ്റിക്ക് ചേരുന്നില്ല. ഞാൻ മാക്കിൻ്റെ ഒരു എന്തോ ഒരു ഷെയ്ഡ് വാങ്ങിച്ച, പക്ഷെ നല്ല ഓഞ്ഞിരിക്കാൻ. അപ്പോൾ ലിപ് ലൈനർ ഇട്ടിട്ടുണ്ട്. മാക്സ് മെട്രോ സ്റ്റേഷൻ ലക്ഷ്യം വെച്ചാണ് നടക്കുന്നത്. ക്രോസ് ചെയ്തിട്ട് അയ്യോ റോഡ് ക്രോസ് ചെയ്ത് മാക്സി കയറി അവിടെ നിന്ന് മെട്രോ കയറി നേരെ റെഡ് ലൈൻ പോയിട്ട് ഇറങ്ങണം. അങ്ങനെയൊക്കെയാണ് ഇവിടെ. ഇഷ്ട സാധനം കിട്ടാണ്ട്, പക്ഷെ കറുത്ത് പോവും, അതാ പേടി. മെട്രോ പോകുന്നുണ്ട് അവിടെ, കണ്ടു ഗൈസ്, നീല മെട്രോ. ഞാൻ മെട്രോ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വേറെ ആൾക്കാരൊക്കെ വരുന്നു. The next station is Arica. ഞാനിപ്പോൾ അൽഡ്രിഗയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് എക്സിറ്റ് 1 നിന്ന് എവിടേക്കാണ് എനിക്ക് പോകേണ്ടത്. സ്റ്റെപ്പ് ഉണ്ടായിട്ട് ആരും പോണില്ല. അപ്പം ഞാനും എസ്കുലേറ്ററിൻ്റെ പാത ചലിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എസ്കുലേറ്ററിൽ പോകുമ്പോൾ ഇവിടെ തൊടാറില്ല. ലിപ്സ്റ്റിക്ക് എത്ര പോരാണ്ടുണ്ട്. ഞാനിപ്പോൾ ബുർജുമാൻ മോളിലാണ്.
ഞാൻ ഈ അവിടെ ഇവിടെ നോക്കിയിരുന്ന് ഫുഡ് കഴിക്കണത് കാരണം ഞാൻ ഒറ്റക്കാണ്, കമ്പനിക്ക് ആരുമില്ല, ആരെങ്കിലും നോക്കേണ്ട അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്നൊക്കെ ഇങ്ങനെ നോക്കി പരതിക്കൊണ്ടിരുന്നാണ് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കഴിക്കുന്ന സാധനം നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ഭയങ്കര കുഞ്ഞതാണ്. ഞാൻ അടുത്ത് കുറച്ചുകൂടി സൈസ് ഉണ്ടാവുന്നത് അടുത്ത്, പക്ഷെ ചെറിയ 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 സാധനമാണ്. ഗൈസ്, എൻ്റെ ബർഗറിൻ്റെ അകത്ത് ഞാൻ അവർ തന്ന 2 എണ്ണം പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ ഹോട്ട് ചോക്ലേറ്റ്. ഇത്രയും വലുത് ഓർഡർ ചെയ്തപ്പോൾ ഇത്രയും വലുതായിരിക്കും എന്ന് പ്രതീക്ഷിച്ചു. കൊള്ളാം, പക്ഷെ എൻ്റെ ബൂബീസിനകത്ത് ഫിറ്റ് ആവില്ല. ഞാനിപ്പോൾ H&M എഗെയിൻ ഞാൻ തിരിച്ച് മാക്സിലേക്ക് തന്നെ വന്നിരിക്കുന്നു. ബിക്കോസ് എൻ്റെ ഊരുതണ്ടൽ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പോയി ഞാൻ ഇപ്പം ഇങ്ങനെയായിട്ടാണ് തിരിച്ചു വരുന്നത്. ആൻഡ് ഞാനൊരു ഇതൊരു കോക്കനട്ട് വാട്ടറിൻ്റെ ഒരു ജ്യൂസ് അല്ല, വെള്ളമാണ്, തേങ്ങാ വെള്ളം കുപ്പിയിലാക്കിയത്. തേങ്ങേൻ്റെ ഒരു കഷ്ണം കിട്ടിയിട്ടുണ്ട്. ഈ തേങ്ങ വെള്ളം കുപ്പിയിലാക്കിയതിന് 5 ദിർഹമാണ്. 5 ദിർഹം. കൊള്ളാം, നാച്ചുറൽ 100% എന്നാണ് അവർ പറയപ്പെടുന്നത്. പക്ഷേ ഇതിനകത്ത് എന്താണ്ട് ചേർത്ത പോലത്തെ ടേസ്റ്റ് ഉണ്ട്. നല്ല കാറ്റുണ്ട്, നല്ല വെയിലുണ്ട്, നല്ല മൊരിഞ്ഞ് കരിഞ്ഞിരിക്കും ഞാൻ കുറച്ച് കഴിയുമ്പോൾ. തേങ്ങ വെള്ളം മാത്രമല്ല, തേങ്ങ കഷ്ണവും തിന്നാനുണ്ട്. ഐ മീൻ കറിക്ക്. അപ്പോൾ ഇന്നത്തെ ഊരുതണ്ടൽ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണേണ്. ഓക്കെ, ബൈ ഗൈസ്. ഇനി വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് വരാം. അവിടെ എന്ത് പറ്റി? അവിടെ മെട്രോ നിർത്തിയിട്ടേക്കാൻ കാണിച്ചു തരാം. മെട്രോ സ്റ്റേഷൻ അവിടെയാണ്, പക്ഷെ എന്താ അവിടെ നിർത്തിയിട്ടേക്കാണ്? ഇനി എൻജിൻ പണി വന്ന എന്തോ പറ്റിയിട്ടുണ്ട്. ഇതാണ് ദുബായ് ഫ്രെയിം. ഞാൻ ഇതിൽ പോയിട്ടില്ല. 50 ദിർഹം. അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ളോഗുമായിട്ട് സന്ധിക്ക് വരേക്കും വണക്കം. ബൈ.